നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്തെ പുതിയ IT നിയമങ്ങൾ മനുഷ്യാവകാശ ലംഘനമല്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ ഇന്ത്യയുടെ മറുപടിയാണ് ഇക്കുറി കട്ടയ്ക്ക് നിൽക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ സാധാരണ ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനാണ് IT ചട്ടത്തിന് രൂപം നൽകിയത്. വിശാലമായ ചർച്ചകൾക്കു ശേഷമാണ് ഇത്തരം IT ചട്ടങ്ങൾ കൊണ്ടുവന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. IT ചട്ടം സംബന്ധിച്ച വിഷയങ്ങളിൽ UN-ലെ ഇന്ത്യൻ മിഷൻ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. UN മനുഷ്യാവകാശ കൗൺസിൽ പ്രതിനിധികൾ രാജ്യത്തെ IT ചട്ടങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ മറുപടി. അഭിപ്രായ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ചട്ടങ്ങളിൽ ഇന്ത്യ മാറ്റം വരുത്തണമെന്നഭ്യർത്ഥിച്ച് UN-ലെ പ്രത്യേക സമിതി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ സാമൂഹിക മാധ്യമങ്ങളിലെ സാധാരണക്കാരായ ഉപയോക്താക്കളെ ശാക്തീകരിക്കാനാണ് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്ന ഇരകൾക്ക് പരാതി നൽകാൻ ഒരിടം വേണം. പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് IT ചട്ടങ്ങൾ തയ്യാറാക്കിയതെന്നും കേന്ദ്രം നൽകിയ മറുപടിയിൽ എടുത്തു പറയുന്നു. രാജ്യത്തെ IT ചട്ടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കും എന്ന ആശങ്കകൾ തീർത്തും തെറ്റാണ്. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമമാണ് ഞങ്ങൾ ചെയ്തത്. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും ശക്തമായ മാധ്യമങ്ങളും ഇന്ത്യൻ ജനാധിപത്യ ഘടനയുടെ ഭാഗമാണെന്നും കേന്ദ്രം നൽകിയ മറുപടിയിൽ അക്കമിട്ട് പറയുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് UN-ന്റെ പ്രത്യേക പ്രതിനിധി കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ കത്തു നൽകിയത്. ഇന്ത്യയിലെ IT ചട്ടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ന് കൃത്യമായി മറുപടി നൽകുമ്പോൾ ഇന്ത്യ പല കാര്യങ്ങളും മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നു. പുതിയ ചട്ടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു വിധത്തിലും തടസ്സമല്ല എന്നൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇന്ത്യ. പുതിയ ഇന്ത്യയുടെ IT നിയമം അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി പറഞ്ഞത്. ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് UN സ്പെഷ്യൽ റാപ്പോർട്ടിയറാണ് കത്ത് നൽകിയത്. സിവിൽ പൊളിറ്റിക്കൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടമ്പടികളുടെ 17, 19 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യ തയ്യാറാക്കിയ നിയമങ്ങളെന്ന് അതിൽ എടുത്തു പറയുന്നു. 1979 ഏപ്രിൽ ഇന്ത്യ ഈ ഉടമ്പടിയെ അംഗീകരിച്ചതായിരുന്നുവെന്നും UN പ്രതിനിധി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയിലെ ചട്ടങ്ങൾ പ്രകാരം നിയമവിരുദ്ധമായ പോസ്റ്റുകൾ മാത്രമല്ല, വാസ്തവമുള്ള പോസ്റ്റുകൾ പോലും സമ്മർദ്ദമുണ്ടായാൽ നീക്കേണ്ടി വരും. അത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പുതിയ IT ചട്ടങ്ങളെന്ന് UN പ്രതിനിധി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനോരോന്നിനും അക്കമിട്ട് മറുപടി നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ പ്രതിനിധി നൽകിയ ഈ കത്തിന് പിന്നാലെ UN പ്രത്യേക റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ പുതിയ IT ചട്ടം അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങളോട് യോജിക്കാത്തതാണെന്നും പുനഃപരിശോധിക്കണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ടിലെ വിമർശനം. മനുഷ്യാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വകാര്യത അവകാശം, ഡിജിറ്റൽ അവകാശം എന്നിവയെക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായും പൊതുജനങ്ങളുമായും കൂടിയാലോചന നടത്തി ചട്ടങ്ങളുടെ വിശദമായ അവലോകനം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. പുതിയ ചട്ടങ്ങൾ 2020-ലെ നിയമവുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയതെന്നാണ് UN കരുതുന്നത്. ഇതിൽ ചർച്ചയുണ്ടായിട്ടില്ല എന്ന നിഗമനത്തിലാണ് ഈ റിപ്പോർട്ട് എത്തിയത്. അന്തിമ നയം പ്രസക്തമാകണമെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരുമായുള്ള കൂടിയാലോചനകൾ പ്രധാനമാണെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. മഹാമാരി വ്യാപനവും കർഷക സമരവും നടക്കുന്ന സമയത്ത് വന്ന നിയമത്തിൽ ആശങ്കയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങളുടെ അവകാശമാണ്. ബഹുമുഖ ജനാധിപത്യം, ജനാധിപത്യ തത്വങ്ങൾ, മനുഷ്യാവകാശം എന്നിവയെ ന്യായീകരിക്കാനായി അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള നിയന്ത്രണം ഒരിക്കലും പ്രയോഗിക്കരുത് എന്നും UN റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സാങ്കേതിക നവീകരണത്തിലെ ആഗോള നേതാവെന്ന നിലയിൽ ഡിജിറ്റൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ വ്യാപ്തി വിപരീത ഫലമാണ് ചെയ്യുകയെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഐറീൻ ഖാൻ, ക്ലെമന്റ് ന്യാലോസോസി വോൾ, ജോസഫ് കനാഡസി എന്നിവരാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്ത്യയുടെ പ്രതികരണമടക്കം ചേർത്താവും UN മനുഷ്യാവകാശ കൗൺസിലിൽ അവതരിപ്പിക്കുകയെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടിനും ഇന്ത്യക്ക് നൽകിയ കത്തിനും കൃത്യമായ മറുപടി ഇപ്പോൾ കേന്ദ്രം കൈമാറിക്കഴിഞ്ഞു. ഇന്ത്യ പിന്നോട്ടേക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.